സ്വാഗതം മക്കളെ. അപ്പൊ നമ്മൾ ഇന്ന് നമ്മളുടെ പരീക്ഷയ്ക്ക് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്ക് കിട്ടുന്ന അല്ലെ 5 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് ഒക്കെ അങ്ങനെ എപ്പോഴും നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഷുവർ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് മിസ് ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ ഏതാണെന്ന് നോക്കൂ അല്ലെ, അർത്ഥങ്ങളാണ്. അർത്ഥങ്ങൾ നമ്മളോട് എങ്ങനെയാണ് എഴുതാൻ ചോദിക്കാറുള്ളത്? യഥോചിതം യോജയത എന്നുള്ള മോഡലിലാണ് നമ്മളോട് ചോദിക്കാറുള്ളത് അല്ലെ. മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് ഓരോ വാക്കുകളുടെയും അർത്ഥം നമ്മളോട് കണ്ടുപിടിക്കാൻ പറയാറുള്ളത്. അപ്പോൾ യഥോചിതം യോജയത എന്നുള്ള ചോദ്യം എല്ലാ പരീക്ഷയ്ക്കും ഉറപ്പായിട്ടും വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഉറപ്പായിട്ടും വരുന്ന ചോദ്യങ്ങളാണ് മിസ് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. അവബോധ എന്നുള്ളതിന് മാച്ച് ചെയ്യുക അല്ലെ. ആദ്യത്തെ ഭാഗത്തിലാണ് അവബോധ എന്നുള്ള വാക്കിന് ഒരേ അർത്ഥം വരുന്ന വാക്ക് ഏതാണ് അല്ലെ. സമാനാർത്ഥക പദം ഏതാണ്? യഥോചിതം യോജയത എന്നുള്ള ചോദ്യത്തിൽ വരുമ്പോൾ അവബോധ എന്നുള്ള വാക്കിന് സമാനാർത്ഥമായിട്ടുള്ളത് എന്താണ് വരുന്നത്? അവബോധ ജ്ഞാനം അല്ലെ, അറിവ്, ജ്ഞാനം അല്ലെ, അറിവാണ് അവബോധ എന്നുള്ളത് അല്ലെ. ബോധം എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്? അറിവ് തന്നെയാണ്. അപ്പൊ അവബോധ ജ്ഞാനം തന്നെയാണ് അർത്ഥം അല്ലെ. പ്രഖ്യാത എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? പ്രഖ്യാത പ്രസിദ്ധ, പ്രസിദ്ധനായ ആൾ അല്ലെ, പ്രശസ്തനായ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ പ്രഖ്യാത പ്രസിദ്ധ. പാർശ്വം എന്ന് പറയുമ്പോൾ ഒരു ഭാഗമാണ് അല്ലെ. ഭാഗഃ, പാർശ്വം, ഭാഗഃ, പാർശ്വം, ഭാഗഃ. ചേതസ് എന്താണ്? നമ്മുടെ മനസ്സാണ് അല്ലെ. മനസ്സ് എവിടെയാണ് ഇരിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ചേതഃ ചിത്തം അല്ലെ. ചേതഃ ചിത്തം. മറ്റൊരു വാക്കും കൂടെ ഉണ്ടല്ലോ, എന്താണ്? മനഃ അല്ലെ. ചേതഃ ചിത്തം മനഃ. ചേതഃ ചിത്തം മനഃ എന്നുള്ളൊരു വാക്കും കൂടി ഉണ്ട് അല്ലെ. അടുത്ത സെക്ഷനിലേക്ക് പോയാലോ. അവനി എന്താണ്? അവനി ഏത് വാക്കിന് പറയുന്നതാണ്? പൃഥ്വീം അല്ലെ. അവനി പൃഥ്വി. പൃഥ്വിയുടെ മറ്റൊരു വാക്ക് ഏതാണ്? ഭൂമി അല്ലെ. ഭൂമി. അവനി പൃഥ്വി ഭൂമി അല്ലെ. അവനി എന്ന് പറഞ്ഞാലും പൃഥ്വി എന്ന് പറഞ്ഞാലും ഭൂമി എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് വരുന്നത് അല്ലെ. വലയം. ആരെയാണ് വലയം എന്ന് പറയുന്നത്? വലയം എന്താണ്? കങ്കണം അല്ലെ. കങ്കണം. വള എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് അല്ലെ. വള എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് ഏത് വാക്കിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്? വലയം അല്ലെ. കണ്ടോ, വലയം, കങ്കണം, വള എന്നാണ് അർത്ഥം അല്ലെ. ദാരാഹ ആരാണ്? ദാരാഹ പത്നി, ഭാര്യയെ പറയുന്ന ഒരു വാക്കാണ് ദാരാഹ. ഭാര്യ അല്ലെങ്കിൽ പത്നി അല്ലെ. ദാരാഹ ഭാര്യ, പത്നി, ഇതെല്ലാം സമാനാർത്ഥക പദങ്ങളാണ്. സവിത സൂര്യഃ. കണ്ടോ, സവിത സൂര്യഃ. സവിതാവ് ആരാണ്? സൂര്യനാണ് അല്ലെ. സൂര്യനെയാണ് നമ്മൾ സവിതാവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സവിത സൂര്യഃ. അപ്പൊ എല്ലാ ഉത്തരങ്ങളും കിട്ടിയല്ലോ. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. കമല ആരാണ്? കമലം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കമലം എന്ന് പറയുമ്പോൾ എന്താണ്? താമരയാണ് അല്ലെ. കമലം എന്ന് പറയുമ്പോൾ താമരയാണ്. അപ്പൊ താമരയില് ഇരിക്കുന്നത് ആരാണ്? ലക്ഷ്മി ദേവിയാണ് അല്ലെ. അതുകൊണ്ട് ലക്ഷ്മി ദേവിയെ എന്നും കൂടെ വിളിക്കുന്നു? കമല എന്നും കൂടെ വിളിക്കുന്നുണ്ട്. ഓക്കെ. കമല ലക്ഷ്മീഹി. കമല ലക്ഷ്മീഹി. നിവേശം എന്താണ്? നിവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവനം. കണ്ടോ, നമുക്ക് താമസിക്കാനുള്ള നിവേശം, ഭവനം. ജാതഃ സംവൃത്തഃ. എങ്ങോട്ടും പോകേണ്ട, നേരെ തന്നെയാണ് അതിന്റെ ഉത്തരം എഴുതിയിരിക്കുന്നത് അല്ലെ. ജാതഃ സംവൃത്തഃ. ക്ഷുരഃ എന്ന് പറഞ്ഞാൽ ഖഡ്ഗഃ. എന്താണ് അർത്ഥം? ഖഡ്ഗഃ വാളാണ് അല്ലെ. വാൾ എന്നാണ് അർത്ഥം കേട്ടോ. ക്ഷുരഃ ഖഡ്ഗഃ. ഗഹ്വരം ഒരേപോലെ തോന്നിപ്പിക്കുന്ന രണ്ട് വാക്കുകളാണ് അല്ലെ. ഗഹ്വരം, ഗുഹയെ പറയുന്ന ഒരു വാക്കാണ് ഗഹ്വരം. അപ്പൊ എല്ലാം കിട്ടിയല്ലോ. കമല, ലക്ഷ്മി, നിവേശം, ഭവനം, ജാതഃ സംവൃത്തഃ, ക്ഷുരഃ ഖഡ്ഗഃ, ഗഹ്വരം, ഗുഹ. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ എങ്ങനെയാണ്? അർത്ഥങ്ങൾ യോജിപ്പിക്കാനായിട്ടാണ് നമ്മളോട് സാധാരണ എന്ത് ചോദിക്കാറുള്ളത്? യഥോചിതം യോജയത എന്ന് ചോദിക്കാറുള്ളത് അല്ലെ. ഇനി നോക്കൂ, അടുത്ത സെക്ഷനിലും അർത്ഥങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. മാത എന്നുള്ളതിന് പകരം ഒരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. ദീനവത്സല ജനനി അല്ലെ. എല്ലാ മക്കളോടും ഒരുപോലെ സ്നേഹം തോന്നുന്നത് ആർക്കാണ്? അമ്മയ്ക്കാണ് അല്ലെ. അമ്മയ്ക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ്. അപ്പൊ മാതാ ജനനി. വീരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പടർന്നു കയറുന്ന ചെടികളാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്? ലത എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വള്ളി എന്നാണ് അല്ലെ. വീരുത് ലത.
വള്ളികളാണ് ഇങ്ങനെ പടർന്നു കയറുന്നത്. അതുകൊണ്ട് വീരുലത. രണ്ടും ഒരേ അർത്ഥത്തിലാണ്. ദ്രുമഹ. ദ്രുമഹ ആരുടെ വാക്കാണ്? വൃക്ഷഃ അല്ലെ, മരം. ദ്രുമഹ വൃക്ഷഃ. വൈദ്യഃ. ആരാണ് വൈദ്യൻ? നമ്മൾ പഠിച്ചിട്ടുള്ള രണ്ട് വൈദ്യന്മാരാണ് അല്ലെ, ഭൂഗതൗ അശ്വിനി സുതൗ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. വൈദ്യന്മാര്, ഭൂമിയിലേക്ക് വന്നിട്ടുള്ള രണ്ട് വൈദ്യന്മാരാണ് അശ്വിനി ദേവന്മാർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ വൈദ്യഃ ഭിഷക്, ഡോക്ടർ എന്നാണ് അർത്ഥം കേട്ടോ. വൈദ്യഃ ഭിഷക്, ഡോക്ടർ എന്നാണ് അർത്ഥം. വടുഹു ബ്രഹ്മചാരി. വടുഹു ബ്രഹ്മചാരി. ബ്രഹ്മചാരിയെ വിളിക്കുന്ന പേരാണ് വടുഹു എന്നുള്ളത്. അടുത്ത് നോക്കൂ, അവിദ്യ. വിദ്യ ഇല്ലാത്തത് അല്ലെ. വിദ്യ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അറിവുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അവിദ്യ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അജ്ഞാനം എന്നാണ് കേട്ടോ. അവിദ്യ, അജ്ഞാനം. അറിവില്ലാത്ത അവസ്ഥയാണ് അജ്ഞാനം എന്ന് പറയുന്നത് അല്ലെ. വിദ്യയില്ലാത്ത അവസ്ഥയാണ്. നാകഹ. നാകഹ സ്വർഗഃ. കണ്ടോ, നാഗസ്ഥ പിതുഹു എന്ന് നമ്മൾ ഈശോപദേശത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. നാഗസ്ഥ പിതുഹു എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗസ്ഥനായ പിതാവ് എന്നാണ് അർത്ഥം. അപ്പൊ നാകഹ സ്വർഗഃ. രഥ്യ. രഥ്യ മാർഗഃ. വഴിയിലാണ് കേട്ടോ. രഥ്യ മാർഗഃ. പ്രകാമം യഥേഷ്ടം. ധാരാളം എന്നാണ് അർത്ഥം. പ്രകാമം യഥേഷ്ടം. ധാരാളം എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. പ്രകാമം യഥേഷ്ടം. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നല്ല കൃത്യമായിട്ട് മനസ്സിലായല്ലോ. നമ്മളോട് യഥോചിതം യോജിത ചോദിക്കുമ്പോൾ മിക്കവാറും എങ്ങനെയാണ്? അർത്ഥങ്ങളായിരിക്കും കൂടുതലായിട്ട് നമ്മളോട് ചോദിക്കാറുള്ളത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് എന്ത്? കൃതിഹി കർത്ത അല്ലെ. ഒരു പുസ്തകത്തിന്റെ പേര് തരൂ അല്ലെ, ഒരു കൃതിയുടെ പേര് തരുന്നു, അതിന്റെ കർത്താവിന്റെ പേര് തരുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മളോട് എഴുതാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. രഘുവംശം. രഘുവംശം ആരെഴുതിയതാണ്? ആരുടെ മഹാകാവ്യമാണ് രഘുവംശം? നിങ്ങൾക്കറിയാം അല്ലെ. രഘുവംശം ആരുടെ മഹാകാവ്യമാണ്? കാളിദാസന്റേതാണ്. കാളിദാസന് രണ്ട് മഹാകാവ്യങ്ങളുണ്ട്. ഒന്ന് രഘുവംശമാണ്, രണ്ടാമത്തേത് ഏതാണ്? കുമാരസംഭവം അല്ലെ. കുമാരസംഭവമാണ്. രഘുവംശം കാളിദാസന്റേതാണ്. അപ്പൊ നമ്മള് കാളിദാസഃ എന്നുത്തരം എഴുതുന്നു. മാഘഃ. മാഘൻ എഴുതിയിട്ടുള്ള കൃതി ഏതാണ്? ശിശുപാലവധമാണ് അല്ലെ. മാഘൻ എഴുതിയിരിക്കുന്നത് ശിശുപാലവധമാണ്. ശിശുപാലവധം. ശിശുപാലവധത്തിന്റെ കർത്താവ് മാഘനായതുകൊണ്ട് ശിശുപാലവധത്തിനെ എന്തും കൂടെ വിളിക്കുന്നു? മാഘം എന്നുകൂടെ വിളിക്കുന്നുണ്ട് അല്ലെ. ശിശുപാലവധം എന്നുള്ള മഹാകാവ്യത്തിന് വേറൊരു പേരും കൂടി ഉണ്ട്. ആ വേറൊരു പേരെന്താണ്? മാഘം എന്നാണ്. അതെന്തുകൊണ്ടാണ്? മാഘനാൽ എഴുതപ്പെട്ടതായതുകൊണ്ടാണ് അതിനെ മാഘം എന്ന് വിളിക്കുന്നത് അല്ലെ. നൈഷധീയ ചരിതം. നൈഷധീയ ചരിതം എഴുതിയത് ആരാണ്? ശ്രീഹർഷഃ. ശ്രീഹർഷഃ. നൈഷധീയ ചരിതം ശ്രീഹർഷൻ എഴുതിയതാണ് കേട്ടോ. ഭാരവിഹി. ഭാരവിയുടെ മഹാകാവ്യം ഏതാണ്? ഭാരവിയുടെ മഹാകാവ്യം ഏതാണ്? നമുക്കറിയാലോ അല്ലെ. കിരാതാർജുനീയം അല്ലെ. കിരാതാർജുനീയം. കിരാതാർജുനീയമാണ് ഭാരവിയുടെ മഹാകാവ്യം എന്ന് പറയുന്നത്. ഇതേ ചോദ്യം ഒരുപാട് പരീക്ഷകളിൽ അല്ലെ, കഴിഞ്ഞ എല്ലാ പരീക്ഷകളിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, അടുത്ത നമ്മളുടെ ആനുവൽ എക്സാമിനും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഇത്. അതുകൊണ്ട് ഇത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ് കേട്ടോ. കവിഹി കൃതിഹി വിഭാഗഃ അല്ലെ. നേരത്തെ കൃതിയും കർത്താവും മാത്രമാണ് തന്നത്. അതായത് കവിയും കൃതിയും മാത്രം തന്നു. ഇനി നമ്മളോട് എന്തും കൂടെ ചെയ്യാൻ പറഞ്ഞു? വിഭാഗവും കൂടെ എഴുതാൻ പറഞ്ഞു. അത് ഏത് വിഭാഗത്തിൽ പെട്ടതാണ് എന്നും കൂടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ചരകഃ ചരക സംഹിത ആയുർവേദഃ. ഉദാഹരണം അവർ തന്നിട്ടുണ്ട്. ചരകൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ് ചരക സംഹിത. അത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ആയുർവേദ ഗ്രന്ഥമാണ് അല്ലെ. അപ്പൊ ആയുർവേദ ഗ്രന്ഥത്തിലാണ് അത് പെടുന്നത്. അപ്പൊ ആയുർവേദ വിഭാഗത്തിൽപ്പെട്ട ഒരു പുസ്തകമാണ് ചരക സംഹിത. എഴുതിയിട്ടുള്ളത് ചരകനാണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നു, ഇതിഹാസം വിഭാഗത്തിൽപ്പെടുന്ന മഹാഭാരതം എന്ന കൃതി എഴുതിയതാരാണ്? ഇതിഹാസം എന്ന വിഭാഗത്തിൽപ്പെടുന്ന മഹാഭാരതം എന്ന കൃതി എഴുതിയതാരാണ്? എഴുതിയതാരാണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു പേരാണ് അല്ലെ. വ്യാസഃ. വ്യാസൻ എഴുതിയിട്ടുള്ള മഹാഭാരതം എന്താണ്? ഇതിഹാസമാണ്. നമുക്കൊരു ഇതിഹാസം കൂടി ഉണ്ടല്ലോ. ഒരു ഇതിഹാസം കൂടി ഉണ്ടല്ലോ. ഇത് ഒന്നാമത്തെ ഇതിഹാസമാണെങ്കിൽ രണ്ടാമത്തെ ഏതായിരിക്കും? രാമായണം അല്ലെ. രാമായണം. രണ്ടാമത്തെ ഇതിഹാസം ഏതാണ്? രാമായണം. രാമായണം എഴുതിയത് ആരാണ്? രാമായണം ഇതിഹാസമാണ്. മഹാഭാരതവും ഇതിഹാസമാണ്. രാമായണം എഴുതിയത് ആരാണ് മക്കളെ? വാൽമീകി അല്ലെ. വാൽമീകി. നിങ്ങൾക്ക് അറിയുന്ന ചോദ്യമാണ് അല്ലെ. വാൽമീകി എഴുതിയ ഇതിഹാസമാണ് വാൽമീകി രാമായണം അല്ലെ.
നേരത്തെ പറഞ്ഞതോ മഹാഭാരതം. വ്യാസൻ എഴുതിയിട്ടുള്ളത് മഹാഭാരതവും വാൽമീകി എഴുതിയിട്ടുള്ളത് രാമായണവുമാണ്. രണ്ടും എന്ത് തന്നെയാണ്? ഇതിഹാസങ്ങളാണ് അല്ലെ? രണ്ട് ഇതിഹാസങ്ങളാണ്. ഭാരതത്തിൽ എത്ര ഇതിഹാസങ്ങളുണ്ട്? രണ്ട് ഇതിഹാസങ്ങളുണ്ട്. ഒന്ന് മഹാഭാരതവും രണ്ട് രാമായണവുമാണ്. അടുത്ത നോക്കൂ, വൃക്ഷായുർവേദ സസ്യശാസ്ത്രം. അതൊരു സസ്യശാസ്ത്രമാണ് അല്ലെ? സസ്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ് വൃക്ഷായുർവേദം. നമ്മളുടെ ആദ്യത്തെ പാഠത്തിൽ തന്നെയുള്ളതാണ്. അപ്പൊ വൃക്ഷായുർവേദം എഴുതിയത് ആരാണ്? സുരപാലഹ. സുരപാലഹ. സുരപാലഹ എന്ന് പറയുന്ന ആളാണ് എന്ത് എഴുതിയത്? വൃക്ഷായുർവേദം എഴുതിയിട്ടുള്ളത്. സസ്യശാസ്ത്രത്തിൽ പെടുന്നു. ഇനി മാധവ വിദ്യാരണ്യ സ്വാമി. പുസ്തകത്തിന്റെ പേര് തന്നിട്ടില്ല അല്ലെ? കൃതിയുടെ പേര് തന്നിട്ടില്ല. പക്ഷെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? അതൊരു മഹാകാവ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാധവ വിദ്യാരണ്യ സ്വാമി ആരെ കുറിച്ചാണ് മഹാകാവ്യം എഴുതിയിട്ടുള്ളത്? ശങ്കരാചാര്യരെ കുറിച്ചിട്ടാണ് അല്ലെ? അപ്പൊ ശങ്കരാചാര്യരെ കുറിച്ച് എഴുതിയിരിക്കുന്ന മഹാകാവ്യത്തിന്റെ പേരെന്താണ്? ശങ്കര ദിഗ്വിജയം. ശങ്കര ദിഗ്വിജയം അല്ലെ? ശങ്കര ദിഗ്വിജയം. ശങ്കര ദിഗ്വിജയം എഴുതിയത് മാധവ വിദ്യാരണ്യ സ്വാമി. ഇതേ ചോദ്യം എപ്പോ വന്നിരുന്നു? മോഡൽ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതാണ് പറഞ്ഞത്, ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഇനിയും ആവർത്തിക്കും. അപ്പൊ നമ്മളെല്ലാം ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചോദ്യങ്ങളുടെ ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പൊ നോക്കൂ, ശങ്കരാചാര്യ. ശങ്കരാചാര്യർ എന്താണ് എഴുതിയിരിക്കുന്നത്? ശങ്കരാചാര്യർ എന്താണ് എഴുതിയിരിക്കുന്നത്? കുറേ സ്വർണ്ണ നെല്ലിക്കകൾ വീഴുന്ന ഒരു സ്തോത്രകാവ്യം എഴുതിയിട്ടുണ്ട് അല്ലെ? ആ സ്തോത്രകാവ്യം ചൊല്ലിക്കഴിഞ്ഞതോടുകൂടി എന്ത് സംഭവിച്ചു? ലക്ഷ്മി ദേവി ഐശ്വര്യ ദേവത കുറെ സ്വർണ്ണ നെല്ലിക്കകൾ ചൊരിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എന്ത് രസമായിരിക്കും അത് കാണാൻ അല്ലെ? അപ്പോ അങ്ങനെയുള്ള ആ സ്തോത്രകാവ്യം ഏതായിരുന്നു? കനകധാര അല്ലെ? സ്വർണം ധാരധാരയായി വീഴുന്നതാണ്. സ്വർണം ധാരയായിട്ട് വീഴുന്നതാണ്. അതായത് മഴ പെയ്യുന്നത് പോലെയാണ് സ്വർണ്ണ നെല്ലിക്കകൾ വീണത്. അപ്പോൾ ആ സ്തോത്രകാവ്യത്തിന്റെ പേരാണ് കനകധാര. കനകധാര. കനകധാര സ്തോത്രമാണ് ആരെഴുതിയത്? ശങ്കരാചാര്യർ എഴുതിയത്. അടുത്ത് നോക്കൂ, അഭിജ്ഞാന ശാകുന്തളം നാടകം. അഭിജ്ഞാന ശാകുന്തളം ആരെഴുതിയ നാടകമാണ്? വളരെ പ്രശസ്തമായ ഒരു നാടകമാണ് അല്ലെ? അഭിജ്ഞാന ശാകുന്തളം വളരെ പ്രശസ്തമായ ഒരു നാടകമാണ്. എഴുതിയത് ആരാണ്? ആരാണ് എഴുതിയത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേര് തന്നെയാണ് അല്ലെ? കാളിദാസഹ. കാളിദാസന്റെ നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം. കാളിദാസന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം. ഓക്കെ, അപ്പോ അതേപോലെയുള്ള ചോദ്യങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. കവിഹി കൃതിഹി വിഭാഗഃ അല്ലെ? ചരകഃ ചരകസംഹിത. ചരകനും ചരകസംഹിതയും ആയുർവേദവും നമ്മൾ തൊട്ട് മുൻപ് തന്നെ കണ്ടു. മഹാഭാരതം ഇതിഹാസവും അതേ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലെ? ആ ടേബിളിൽ വീണ്ടും പറഞ്ഞിരുന്നു. ഒന്നും കൂടെ ആവർത്തിച്ച് അവർ ചോദിക്കുകയാണ്, മഹാഭാരതം ഇതിഹാസം എഴുതിയതാരാണ്? എഴുതിയതാരാണ്? വ്യാസനാണ്. വ്യാസഃ. അടുത്തത് വൃക്ഷായുർവേദ സസ്യശാസ്ത്രം. നമ്മൾക്കറിയാം സൂര്യപാലഃ. വീണ്ടും ചോദിച്ചിരിക്കുന്നു മാധവ വിദ്യാരണ്യ സ്വാമി ഏതാണ്? ഇതെല്ലാം നമ്മൾ പറഞ്ഞ് നമുക്ക് ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞു അല്ലെ? ഇനി ഒരിക്കലും ഇതൊന്നും തെറ്റിപ്പോവില്ല. ശങ്കര ദിഗ്വിജയം, ശങ്കരാചാര്യരുടെ കനകധാര, അഭിജ്ഞാന ശാകുന്തളം എഴുതിയത് കാളിദാസഃ. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ തന്നെയാണല്ലോ. അടുത്ത് നോക്കൂ, പ്രൊഫസർ പി സി ദേവസ്യ. പ്രൊഫസർ പി സി ദേവസ്യ ഒരു മഹാകാവ്യം എഴുതിയിട്ടുണ്ട് അല്ലെ? ആരെ കുറിച്ചിട്ടായിരുന്നു? ആരെ കുറിച്ചുള്ള മഹാകാവ്യമാണ്? ക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള മഹാകാവ്യമാണ് അല്ലെ? ക്രിസ്തു ഭാഗവതം എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പൊ ക്രിസ്തു ജനിച്ചതു മുതലുള്ള സ്വർഗാരോഹണം വരെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുള്ളതാണ് ക്രിസ്തു ഭാഗവതം. അപ്പൊ ക്രിസ്തു ഭാഗവതം എന്നാണ് ഇവിടെ ഉത്തരം വരുന്നത്. കൃതിഹി എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഉത്തരം വരുന്നത് അല്ലെ? ക്രിസ്തു ഭാഗവതം. ക്രിസ്തു ഭാഗവതം. ക്രിസ്തു ഭാഗവതം എന്ത് തന്നെയാണ്? മഹാകാവ്യമാണ് കേട്ടോ. മഹാകാവ്യമാണ്, ഒരു മഹാകാവ്യമാണ് ക്രിസ്തു ഭാഗവതം. പ്രൊഫസർ പി സി ദേവസ്യ എഴുതിയിട്ടുള്ളതാണ്. വാൽമീകി രാമായണം. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് രണ്ട് ഇതിഹാസങ്ങളുണ്ട് എന്ന് മിസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ? അപ്പൊ വാൽമീകി എഴുതിയിട്ടുള്ള രാമായണം എന്താണ്? ഇതിഹാസഃ. നമ്മള് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, ഇതിഹാസമാണ്. അടുത്ത് നോക്കൂ, ഡാഷ് നീതിശതകം സുഭാഷിതം. ഈ സുഭാഷിതം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നീതിശതകം സുഭാഷിതം എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. നീതിശതകം എഴുതിയത് ആരാണ്? ഭർതൃഹരിഹി. ഭർതൃഹരിഹി. ഭർതൃഹരിയാണ് നീതിശതകം എഴുതിയിട്ടുള്ളത്. സുകുമാരകവി. സുകുമാരകവി എഴുതിയിട്ടുള്ള ശ്രീകൃഷ്ണ വിലാസം എന്ത് തന്നെയാണ്?
മഹാകാവ്യം തന്നെയാണ് കേട്ടോ. മഹാകാവ്യം തന്നെയാണ്. സുകുമാരകവി എഴുതിയിട്ടുള്ള ശ്രീകൃഷ്ണ വിലാസം മഹാകാവ്യം തന്നെയാണ്. അപ്പൊ വളരെ എളുപ്പമായിട്ട് കിട്ടിയല്ലോ. എല്ലാ ആളുകളുടെയും പേരുകളും അവരെല്ലാം എഴുതിയിട്ടുള്ള കൃതികളും അത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതും നമ്മളോട് എല്ലാ പരീക്ഷയ്ക്കും ഒരു മാറ്റവുമില്ലാതെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും ഇതിന്റെ ഉത്തരം കിട്ടും. നമ്മളോട് മാറ്റി ചോദിക്കാവുന്ന ഒരു ചോദ്യം ഏതാണ്? കൃതിഹി കർത്ത സ്ത്രീ കഥാപാത്രം. ഇത്രയും നേരം നമ്മളോട് ചോദിച്ചിരുന്ന ചോദ്യം എന്തായിരുന്നു? കൃതിഹി കർത്ത വിഭാഗ ഏതായിരുന്നു എന്നല്ലേ? ആ കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നതായിരുന്നു എന്നാണ്. ഇത് നേരെ തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ എന്ത് ചോദിക്കണം? സ്ത്രീ കഥാപാത്രം ആരാണെന്ന് ചോദിക്കുന്നു. ഇതും നമുക്കറിയാവുന്ന ചോദ്യം തന്നെയാണ്. കിരാതാർജുനീയം ഭാരതി ദ്രൗപദി. കിരാതാർജുനീയത്തിലെ സ്ത്രീ കഥാപാത്രം ദ്രൗപദിയും ശിശുപാലവധത്തിലെ ഒരു ഭടപത്നിയുമായിരുന്നു. കുമാരസംഭവത്തിലാണെങ്കിലോ പാർവതിയാണ് അല്ലെ? പാർവതിയാണ് അവിടെ നാണിച്ചുകൊണ്ട് താമരകൾ എണ്ണിയിരുന്നത്. അത് നമ്മൾ കണ്ടതാണ്. നൈഷധീയ ചരിതത്തില് ദമയന്തിയും രഘുവംശത്തിൽ സീതയുമാണ്. ഓക്കെ, അപ്പൊ ഇനി കൃതി കർത്ത സ്ത്രീ കഥാപാത്രം എന്നുള്ള ഭാഗത്തുനിന്ന് ചോദ്യം വരികയാണെങ്കിൽ എങ്ങനെയാണ്? കിരാതാർജുനീയത്തിൽ ദ്രൗപദി, ശിശുപാലവധത്തില് ആരാണ്? ഭടപത്നി. ശിശുപാലവധം എഴുതിയതാണ് മാഘഹ. നമ്മളെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യം സ്ത്രീ കഥാപാത്രങ്ങളുടെ സെക്ഷൻ ആയിട്ടുള്ള ചോദ്യവും വരാം, അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ള ചോദ്യം വരാം. അപ്പോൾ എന്താണ്? ഈ ടൈപ്പ് ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദ്യവും വരും. ഈ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടുകയും ചെയ്യും. ഓക്കെ.